രമേശ് ചെന്നിത്തലയോട് സാമുദായിക സംഘടനകൾ അടുക്കുന്നത് UDF കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചയാകുന്നു. മന്നം ജയന്തിക്ക് പങ്കെടുക്കുന്നതിൽ അഭിമാനമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ടത് എന്നതിൽ സാമുദായിക സംഘടനകൾക്ക് അഭിപ്രായം പറയാമെന്നും ചെന്നിത്തല. ഞാൻ എല്ലാവരുമായും നല്ല ബന്ധം. എനിക്ക് ഹിന്ദു സംഘടനകളുമായും ക്രൈസ്തവ സംഘടനകളുമായും മുസ്ലിം സംഘടനകളുമായും ഒക്കെ പട്ടികജാതി സംഘടനകളുമായും ഒക്കെ എനിക്ക് ഏറ്റവും നല്ല ബന്ധമാണ്. ഏതായാലും എന്നെ NSSൻ്റെ പരിപാടിയിൽ വിളിച്ചു. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കും. അത് മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായും അത് അഭിമാനകരമായൊരു കാര്യമാണ്. ഞാൻ പങ്കെടുക്കും. ആരെ വിളിക്കണമെന്ന് ഇപ്പം നമ്മളല്ലോ തീരുമാനിക്കുന്നത്, അത് അവരാണ് തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിലടക്കം എല്ലാ കാര്യങ്ങളും പാർട്ടി തീരുമാനിക്കുമെന്നാണ് VD സതീശന്റെ നിലപാട്. വിമർശനത്തിന് അതീതനല്ലെന്നും സാമുദായിക സംഘടനകൾ ഉന്നയിക്കുന്ന വിമർശനം പരിഗണിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ വിമർശിക്കുന്ന ആളാണ്. ഞാൻ വിമർശനത്തിന് അതീതനല്ല. എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിയിൽപ്പെട്ടവർ പാർട്ടി വേദിയിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത ആളുകൾക്കൊക്കെ പൊതുവായി വിമർശിക്കാൻ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് തിരുത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് ഞാൻ തെറ്റ് തിരുത്താം. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല. സമുദായ സംഘടനകളുടെ പുതിയ സമീപനം ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ് മുസ്ലിം ലീഗ്. ആര് മുന്നണിയെ നയിക്കുമെന്ന് തക്ക സമയത്ത് തീരുമാനിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. പാർട്ടിയിൽ പിടിമുറുക്കി സംഘടനാ സംവിധാനത്തെ ചൊൽപ്പടിയിൽ നിർത്തി VD സതീശൻ മുന്നോട്ടു പോകുന്നതിനിടെയാണ് സാമുദായിക സംഘടനകളുടെ പിന്തുണ പിൻബലമാക്കി രമേശ് ചെന്നിത്തല കരുത്തു കാട്ടുന്നത്. ഇതോടെയാണ് NSS നേതൃത്വത്തെ പുകഴ്ത്തിയും വെള്ളാപ്പള്ളിയോട് മൃദുഭാഷിയായും VD സതീശൻ കളം മാറ്റി പിടിക്കുന്നത്. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുകയാണ്. ബിനില, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഒരു ആഭ്യന്തര പ്രതിസന്ധി ഉടലെടുക്കുകയാണോ? തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം ഇവിടെ പിടിമുറുക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ആ രീതിയിലാണ് അദ്ദേഹം സംസ്ഥാനത്തേക്ക് വീണ്ടും സജീവമായി മുന്നോട്ട് വരുന്നതും. അതിനിടെയാണ് ഈ സമുദായ സംഘടനകളുടെ പിന്തുണ വലിയ രീതിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുന്നത്. അത് NSSനെ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 11 വർഷമായി വലിയ അകൽച്ചയിലായിരുന്നു NSSും രമേശ് ചെന്നിത്തലയും തമ്മിലുണ്ടായിരുന്നത്. ഇപ്പോഴാണ് അദ്ദേഹത്തെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നത് മന്നം ജയന്തിയിൽ പങ്കെടുക്കുന്നതിൽ അഭിമാനമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതോടുകൂടി അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെയും പിന്തുണ വലിയ രീതിയിൽ ലഭിക്കുന്നത്. വെള്ളാപ്പള്ളി പറയുന്നത് VD സതീശന് എതിരെയാണ്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയുമാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ രണ്ട് പ്രബലമായ സാമുദായിക സംഘടനയുടെയും പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട്. അത് ഉറപ്പിക്കുക തന്നെയാണ് രമേശ് ചെന്നിത്തല ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ പ്രത്യേകിച്ച് VD സതീശൻ കേന്ദ്രമടക്കമുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ നേരിയ അതൃപ്തി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പരാമർശങ്ങൾ അതൃപ്തി ഉണ്ടെങ്കിലും ഇപ്പോൾ അതൊരു ചർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് നിലപാട്. അല്പസമയം മുമ്പ് KC വേണുഗോപാലും പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ചോദിക്കുമ്പോൾ അങ്ങനെ സാമുദായിക നേതാക്കൾക്ക് അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. പക്ഷേ പാർട്ടിയുടെ കാര്യം തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കോൺഗ്രസിന് ഏറ്റവും പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ സംഘടനാ സംവിധാനങ്ങൾ ചലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ നേട്ടം ഉണ്ടാക്കാമെന്ന കണക്കുകൂട്ടൽ കോൺഗ്രസിനുണ്ട്. മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷയോട് കൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. രണ്ടാം പിണറായി സർക്കാരിൽ ജനങ്ങൾക്ക് വലിയ എതിർപ്പുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം മുതലെടുത്ത് അല്ലെങ്കിൽ ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തി അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ വേണ്ട. അത്തരം ചർച്ചകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. പ്രതികരണങ്ങൾ വേണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതൃത്വം എല്ലാം പോകുന്നത്. മറ്റൊന്ന് കോൺഗ്രസിന്റെ പുനഃസംഘടനയാണ്. ആ പുനഃസംഘടനയിൽ തന്നെ രമേശ് ചെന്നിത്തല ചില സൂചന നൽകിയിരുന്നു. കൃത്യമായി തന്നെ സംഘടന ചലിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ആ പുനഃസംഘടനയെക്കുറിച്ച് സൂചനയും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കി അടുത്ത തവണ അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് തന്നെയാണ് ഈ രമേശിന്റെ നീക്കം. അത് തന്നെയാണ് അദ്ദേഹത്തിന് ഉള്ള ഈ സമുദായ സംഘടനകളുടെ പിന്തുണയിൽ നിന്നും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ രണ്ട് പരിപാടികളിലും SNDPയുടെയും അതോടൊപ്പം തന്നെ NSSന്റെയും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ തന്നെ കൂടുതൽ ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ബിനിൽ ലീല സാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.